ആസ്ട്രോ ഹീലിംഗിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, അതുപോലെ ഇതൊരു ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾക്ക് റെസനേറ്റ് ആവുന്ന കാര്യങ്ങൾ നിങ്ങളിലേക്ക് എടുക്കുക, അല്ലാത്തത് മറ്റുള്ളവർക്കായിട്ട് കൊടുത്തേക്കുക. അതുപോലെ ഇതിൽ നിന്നുള്ള പോസിറ്റീവായിട്ടുള്ള ഗൈഡൻസ് നിങ്ങളിലേക്ക് എടുക്കുക. അപ്പോൾ നമുക്ക് റീഡിങ്ങിലേക്ക് പോകാം. ഇവിടെ നിങ്ങൾ ഒറ്റപ്പെട്ടു പോയ സമയങ്ങളിൽ നിങ്ങളെ നോക്കി ചിരിച്ച അല്ലെങ്കിൽ നിങ്ങളെ കളിയാക്കിയ ചില വ്യക്തികളുണ്ടായിരുന്നു. അവർ കരുതിയത് നിങ്ങൾക്ക് ആരും ഉണ്ടാകില്ല എന്നായിരുന്നു. നിങ്ങളെ ആരും സംരക്ഷിക്കുന്നില്ല എന്നൊക്കെയായിരുന്നു. അവർ നിങ്ങളിലേക്ക് അയച്ച അല്ലെങ്കിൽ നിങ്ങളെ പറഞ്ഞ, നിങ്ങളിൽ നിന്നും എടുത്ത എല്ലാം തന്നെ അവരെ തന്നെ നശിപ്പിക്കുന്നതിന് കാരണമായി എന്നാണ് കാണുന്നത്. ഇന്ന് അതേ വ്യക്തികൾ, അതായത് നിങ്ങളെ ഒരിക്കൽ തകർക്കാൻ നോക്കിയ അതേ വ്യക്തികൾ ഇന്ന് ഭയത്തിലാണ് ജീവിക്കുന്നത്. അവർ വളരെയധികം കൺഫ്യൂസ്ഡ് ആണ് അവരുടെ ജീവിതത്തെക്കുറിച്ച് ഓർത്ത്. കാരണം നിങ്ങൾ ഇതിനകം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു, അതായത് ഈ ജീവിതത്തിൽ വന്ന വെല്ലുവിളികൾ ഒന്നും തന്നെ നിങ്ങൾ ഒറ്റയ്ക്കല്ല നേരിട്ടത് എന്നുള്ളത്. നിങ്ങളുടെ കൂടെ എന്നും ആ ഒരു ഡിവൈൻ പ്രൊട്ടക്ഷൻ ഉണ്ടായിരുന്നു എന്നുള്ളത്. ഈ ഒരു റീഡിങ് നിങ്ങളുടെ അടുത്ത് എത്തിയിട്ടുണ്ടെങ്കിൽ ഇതൊരിക്കലും യാദൃശ്ചികമല്ല, ഇത് നിങ്ങൾക്ക് വേണ്ടി മാത്രമുള്ളതാണ്. കാരണം ഞാൻ മാനിഫെസ്റ്റ് ചെയ്തിട്ടാണ്, അതായത് ഈ റീഡിങ് ആവശ്യമുള്ളവർക്ക് മാത്രം ഇത് കിട്ടുക എന്നുള്ളത് മാനിഫെസ്റ്റ് ചെയ്തിട്ടാണ് ഞാനിത് നിങ്ങളിലേക്ക് നൽകുന്നത്. ആ ഒരു എനർജിയെ നിങ്ങൾ ക്ലെയിം ചെയ്യുക. ഈ റീഡിങ് നിങ്ങളുടെ സോള് നിങ്ങൾക്കായിട്ട് തിരഞ്ഞെടുത്തതാണ്. ഇവിടെ ചില വ്യക്തികൾ നിങ്ങളെ കണ്ട നിമിഷം തന്നെ നിങ്ങളെക്കുറിച്ച് അവരുടെ മനസ്സിൽ അവരൊരു ധാരണയുണ്ടാക്കിയിരുന്നു. നിങ്ങളുടെ രൂപം കണ്ടിട്ടാകാം അവർ നിങ്ങളെ വിലയിരുത്തിയിരുന്നു. അവർ കരുതിയത് നിങ്ങൾ വളരെയധികം ദുർബലനായ അല്ലെങ്കിൽ ദുർബലയായ, ഒന്നും അറിയാത്ത, ഈസി ആയിട്ട് അവർക്ക് മാനിപ്പുലേറ്റ് ചെയ്യാൻ സാധിക്കുന്ന അല്ലെങ്കിൽ അവർക്ക് കൺട്രോൾ ചെയ്യാൻ സാധിക്കുന്ന ഒരു വ്യക്തി ആയിരിക്കും നിങ്ങളെന്നായിരുന്നു. നിങ്ങൾക്ക് വേണ്ടിയിട്ട് ആരും സംസാരിക്കില്ല, നിങ്ങളുടെ കൂടെ ആരും നിൽക്കില്ല, നിങ്ങൾ എന്ത് പറഞ്ഞാലും ആരും വിശ്വസിക്കാത്ത രീതിയിൽ അവർക്ക് അതിന് സാധിക്കും എന്നൊക്കെയായിരുന്നു അവർ കരുതിയിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് അവർ അത്രയധികം ധൈര്യത്തോടെ നിങ്ങളെ ആക്രമിച്ചത്, നിങ്ങളെ വേദനിപ്പിച്ചത്, നിങ്ങളെ ദ്രോഹിച്ചത്. അതായിരുന്നു അവരുടെ ജീവിതത്തിൽ അവർക്ക് പറ്റിയ ഏറ്റവും വലിയ തെറ്റ്. അവർ നിങ്ങളുടെ റെപ്യൂട്ടേഷനെ തന്നെ നശിപ്പിക്കാൻ ശ്രമിച്ചു. നിങ്ങളെ എല്ലാത്തിൽ നിന്നും ഒറ്റപ്പെടുത്താനായിട്ട് അവർ ശ്രമിച്ചിരുന്നു. അവർ കരുതിയത് ഇതേ രീതിയിൽ നിങ്ങളുടെ മേലെ മാനസികമായിട്ട് സമ്മർദ്ദം ഇട്ടാൽ ആ ഒരു സമ്മർദ്ദത്തിൽ നിങ്ങൾ തകർന്നു പോകും, നിങ്ങളെ അവർക്കൊരു പാഠം പഠിപ്പിക്കാം എന്നൊക്കെയായിരുന്നു. എന്നാൽ നിങ്ങൾ എങ്ങനെയൊക്കെയോ വളരെ കഷ്ടപ്പെട്ട് നിങ്ങളെ അവയിൽ നിന്നെല്ലാം ഉയർത്തി കൊണ്ടുവന്നു. അവർ നിങ്ങൾക്കായി വെച്ച ഓരോ കെണികളും നിങ്ങൾക്ക് കൂടുതൽ വളരാനുള്ള ഒരു കാരണമാവുകയാണ് ചെയ്തത്. ഓരോ ചതിയും, അവരിൽ നിന്ന് വന്ന ഓരോ കള്ളത്തരങ്ങളും ചതികളും എല്ലാം നിങ്ങളെ കൂടുതൽ ബുദ്ധിയുള്ളവരാക്കുകയാണ് ചെയ്തത്. അവർ നിങ്ങളെ ആക്രമിച്ചത്, അത് മാനസികമായാലും ശാരീരികമായാലും ആത്മീയമായാലും അവയെല്ലാം നിങ്ങളെ കൂടുതൽ വിവേകശാലികളാക്കുകയാണ് ചെയ്തത്. ഈ രീതിയിൽ നിങ്ങളിൽ വന്ന എല്ലാ തരത്തിലുള്ള മാറ്റങ്ങളും നിങ്ങളുടെ ചുറ്റും നിൽക്കുന്ന പല വ്യക്തികളും നിരീക്ഷിക്കാൻ തുടങ്ങി. ഈ വ്യക്തികളെ ഇപ്പോൾ ഭയപ്പെടുത്തുന്നത് എന്താണെന്ന് വെച്ചാൽ അവരുടെ പദ്ധതികൾ അല്ലെങ്കിൽ അവരുടെ പ്ലാനിങ്സ്, നിങ്ങൾക്കെതിരായിട്ട് അവർ ഇട്ട ഓരോ പദ്ധതികളും ഇന്ന് വർക്കാകുന്നില്ല, അത് ഫെയിലായി പോകുന്നു എന്നുള്ളതാണ്. അവർ പറഞ്ഞ കള്ളത്തരങ്ങൾ, നിങ്ങളെക്കുറിച്ച് അവർ പറഞ്ഞ് പരത്തിയ പലതരത്തിലുള്ള ഗോസിപ്പുകളും ഇന്ന് തകർന്നു വീഴുന്നു. അവരുടെ മാനിപ്പുലേഷൻസ് എല്ലാം തന്നെ സ്വാഭാവികമായിട്ടും മറ്റുള്ളവരുടെ മുൻപിൽ എക്സ്പോസ് ആവുന്നതായിട്ടാണ് കാണുന്നത്. അവർ നിങ്ങൾക്കെതിരെ ഒരുക്കുന്ന ഓരോ കെണികളും ഒന്നിനു പുറകെ ഒന്നായിട്ട് അവരുടെ കൺമുമ്പിൽ തന്നെ ഫെയിലായി പോവുകയാണ്. ഈവൻ അവർ വിജയിക്കുമെന്ന് കരുതി വെച്ച കെണികൾ പോലും നിങ്ങളുടെ സമർത്ഥമായിട്ടുള്ള കൺട്രോള്, നിങ്ങളിൽ ഇന്ന് വന്ന ആ ഒരു കൺട്രോള് കാരണം അത് അവരുടെ ആ ഒരു പദ്ധതികൾ ഫെയിലായി പോവുകയാണ്. ഇതിനൊക്കെ ഇടയിൽ നിങ്ങളുടെ ജീവിതത്തിൽ പതിയെ പതിയെ മാറ്റങ്ങൾ, ഇമ്പ്രൂവ്മെൻറ്റ്സ് ഒക്കെ ഉണ്ടാവുകയാണ്. നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ നടക്കില്ല എന്ന് കരുതിയ പല കാര്യങ്ങളും നടക്കുന്നു, അല്ലെങ്കിൽ തുറക്കില്ല എന്ന് കരുതിയ പല വാതിലുകളും നിങ്ങളുടെ മുൻപിൽ തുറക്കുന്നു. നിങ്ങളുടെ ജീവിതത്തിൽ ഉണ്ടാകുന്ന ഈ ഒരു മാറ്റം എങ്ങനെയെന്ന് ഇന്ന് ഈ വ്യക്തികൾക്ക് മനസ്സിലാകുന്നില്ല. ഈ വ്യക്തികൾ കരുതിയിരുന്നത് അവരാണ് പവർഫുൾ എന്നായിരുന്നു. നിങ്ങളുടെ ജീവിതത്തെ കൺട്രോൾ ചെയ്യാൻ അവർക്ക് സാധിക്കുമെന്നായിരുന്നു. നിങ്ങളുടെ ജീവിതത്തിൻ്റെ ആ ഒരു കഥ തന്നെ അവരുടെ കൺട്രോളിലാണ് എന്നായിരുന്നു.
നിങ്ങളുടെ ജീവിതത്തിൽ ഇനി അങ്ങോട്ട് എന്ത്, ഫ്യൂച്ചർ എന്തായിരിക്കും എന്നൊക്കെ അവരാണ് പ്ലാൻ ചെയ്യുന്നത് എന്നായിരുന്നു അവർ ചിന്തിച്ചിരുന്നത്. എല്ലാവരും അവർ പറയുന്നത് അതേപടി വിശ്വസിക്കും എന്നൊക്കെ അവർ കരുതിയിരുന്നു. പക്ഷേ ഒടുവിൽ ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അവർ ധരിച്ചിരുന്ന ആ ഒരു മുഖംമൂടി പതിയെ പതിയെ അവരുടെ മുഖത്തു നിന്നും താഴെ വീഴാൻ തുടങ്ങി. കാരണം ഒരുപാട് നാൾ നമുക്ക് മറ്റുള്ളവരുടെ മുൻപിൽ അഭിനയിച്ച് നിൽക്കാൻ സാധിക്കില്ല. ഏതെങ്കിലും ഒരു സമയം നമ്മളുടെ ഈ ഒരു മുഖംമൂടി പുറത്തു വരുമല്ലോ. അതുപോലെ തന്നെയാണ് ഇവിടെ സംഭവിച്ചതും. ഈ വ്യക്തിയുടെ തന്നെ സ്വഭാവത്തെ അവർക്ക് ചുറ്റും നിന്നവർ ഇന്ന് ചോദ്യം ചെയ്യാൻ തുടങ്ങി. ഈ വ്യക്തിയുടെ ചുറ്റും നിറഞ്ഞു നിന്നിരുന്ന ആ ഒരു ഡാർക്ക് എനർജി മറ്റുള്ളവർക്ക് ഇന്ന് കാണാൻ സാധിക്കുന്നുണ്ട്. അവരത് നോട്ടീസ് ചെയ്യാൻ തുടങ്ങിയിട്ടുമുണ്ട്. അത് കാരണം തന്നെ ഇന്ന് അവരുടെ പല കള്ളത്തരങ്ങളും പുറത്തു വരുന്നുമുണ്ട്. അവരുടെ സ്വന്തം പ്രവർത്തികൾ തന്നെയാണ് അവരുടെ തകർച്ചയ്ക്ക് കാരണമാകുന്നത്. ഇന്ന് അവരിൽ പലരും ഒരുപാട് ഒറ്റപ്പെട്ട് നിൽക്കുകയാണ്. അവരൊരിക്കൽ ആശ്രയിച്ച അല്ലെങ്കിൽ നിങ്ങൾക്കെതിരെ സംസാരിക്കാൻ അവരോടൊപ്പം നിർത്തിയ പല വ്യക്തികളും ഇന്ന് അവരുടെ കൂടെയില്ല. ഒരു രാത്രി കൊണ്ട് തന്നെ അവരുടെ ആ ഒരു സപ്പോർട്ട് സിസ്റ്റം, അവർക്ക് സപ്പോർട്ടായിട്ട് നിന്നിരുന്ന പല വ്യക്തികളും അവർക്ക് എതിരെ തിരിഞ്ഞതായിട്ടാണ് കാണുന്നത്. അവരുടെ ബന്ധങ്ങളിൽ സ്നേഹമോ ആഴമോ ഒന്നും തന്നെ കാണുന്നില്ല. അവരുണ്ടാക്കുന്ന അവരുടെ ബന്ധങ്ങളിൽ അകൽച്ചകൾ ഉണ്ടാകുന്നതായി കാണുന്നു. അതുപോലെ അവരെ ഇന്ന് ആരും വിശ്വസിക്കുന്നില്ല. അതേസമയം അവർക്കും ആരെയും വിശ്വസിക്കാൻ സാധിക്കുന്നുമില്ല. ഇന്ന് ഓരോ ദിവസവും അവർ കുറ്റബോധത്താലാണ് ഇരിക്കുന്നത്. കാരണം അവർ നിങ്ങളെ വേദനിപ്പിച്ചത്, ദ്രോഹിച്ചത് തെറ്റായി പോയി. അത് കാരണമാണ് അവർക്ക് ഇതെല്ലാം സംഭവിക്കുന്നത് അല്ലെങ്കിൽ നേരിടേണ്ടി വരുന്നത് എന്നുള്ളൊരു തിരിച്ചറിവ് അവരിൽ ഉണ്ടാകുന്നുണ്ട്. പക്ഷേ അതവർക്ക് പുറത്ത് കാണിക്കാൻ അവരുടെ ഈഗോ അനുവദിക്കുകയുമില്ല. അവരത് പുറത്ത് കാണിക്കുകയുമില്ല. ഡിവൈൻ്റെ പ്രൊട്ടക്ഷനുള്ള ഒരു വ്യക്തിയോട് ആണ് അവരിങ്ങനെയുള്ളതെല്ലാം കാണിച്ചത്. അങ്ങനെയുള്ള ഒരു വ്യക്തിയുടെ ഇമോഷൻസിനെ വെച്ച് അല്ലെങ്കിൽ ജീവിതത്തെ വെച്ചാണ് അവർ കളിച്ചത് അല്ലേ? ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമെന്ന് പറയുന്നത്, നിങ്ങൾ ഒരിക്കലും അവരോട് പ്രതികാരം ചെയ്യേണ്ട യാതൊരു ആവശ്യവുമില്ല, അല്ലെങ്കിൽ അങ്ങനെ ചെയ്യുന്നതിനായിട്ട് ചിന്തിക്കേണ്ട ആവശ്യം പോലുമില്ല. നിങ്ങൾ അവരെ നശിപ്പിക്കേണ്ട ആവശ്യമില്ല. ആർക്കും ദ്രോഹം വരണമെന്ന് നിങ്ങൾ ചിന്തിക്കേണ്ടതുമില്ല. ജീവിതം തന്നെ അതിൻ്റേതായ രീതിയിൽ തക്കതായിട്ടുള്ളൊരു മറുപടി അവർക്ക് നൽകുന്നുണ്ട്. സത്യങ്ങളെല്ലാം തന്നെ പുറത്തു വരും. സമയമാകുമ്പോൾ സത്യമെല്ലാം തന്നെ തനിയെ പുറത്തു വരും. അവർ ഏത് രീതിയിലുള്ള എനർജിയാണോ നിങ്ങളിലേക്ക് വിട്ടത്, അതേ രീതിയിലുള്ള എനർജി അവരിലേക്ക് തന്നെ തിരികെ ചെല്ലും. നിങ്ങളുടെ ജീവിതത്തിൽ നടക്കണമെന്ന് അവർ ആഗ്രഹിച്ചിരുന്ന കാര്യങ്ങൾ അവരിൽ തങ്ങി നിൽക്കുന്നതായിട്ട് കാണുന്നു. ആ ഒരു തിരിച്ചറിവ് അവരെ ആഴത്തിൽ ഭയപ്പെടുത്തുന്നുമുണ്ട്. അവർ ഭയത്തിലാണ് ഇപ്പോൾ ഉള്ളത്. നിങ്ങൾ ഇന്ന് ഒരുപാട് മാറ്റങ്ങൾ നിങ്ങളിൽ സംഭവിച്ചു കഴിഞ്ഞു. ഇത്രയധികം സമ്മർദ്ദങ്ങൾ പല മേഖലകളിൽ ഉണ്ടായിട്ട് പോലും ഇന്ന് നിങ്ങൾ വളരെ ശാന്തമായിട്ടാണ് ഇരിക്കുന്നത്. കാരണം അവർ നിങ്ങളെ മാനസികമായിട്ട് ഒരുപാട് ആക്രമിച്ചിരുന്നു. നിങ്ങളുടെ റിയാക്ഷൻ അങ്ങോട്ട് കിട്ടുന്നതിന് വേണ്ടിയിട്ട്, നിങ്ങൾ പ്രതികരിക്കുന്നതിന് വേണ്ടിയിട്ട്. എന്നാൽ ഇന്ന് അവരുടെ ഓരോ അക്രമത്തിനും പ്രതികരിക്കുന്നത് നിങ്ങൾ നിർത്തി. നിങ്ങളുടെ സമാധാനം എങ്ങനെ സംരക്ഷിക്കണമെന്ന് നിങ്ങൾ പഠിച്ചു. നിങ്ങൾ കൂടുതൽ അച്ചടക്കമുള്ളവരായിട്ട് മാറിയതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. ജീവിതത്തിൽ ഒരു ലക്ഷ്യബോധം നിങ്ങൾക്കുണ്ടായി. ആ ഒരു ലക്ഷ്യബോധത്തോടെ അതിൽ മാത്രം ഫോക്കസ് ചെയ്ത് മുന്നോട്ട് പോകാനായിട്ട് നിങ്ങൾ തുടങ്ങി. അതുപോലെ നിങ്ങളിൽ നിന്നും ഒരിക്കൽ ചോർന്നു പോയ ആ ഒരു ആത്മവിശ്വാസം എല്ലാം തന്നെ പതിയെ ഇരട്ടിയായിട്ട് നിങ്ങളിലേക്ക് തന്നെ തിരികെ വന്നു. നിങ്ങളുടെ ഇന്നത്തെ നിശബ്ദത നിങ്ങളുടെ പവറാണ്. ആ ഒരു മാറ്റം തന്നെയാണ് നിങ്ങൾക്ക് ചുറ്റുമുള്ള എല്ലാത്തിനെയും മാറ്റിമറിച്ചതും. ഇന്ന് നിങ്ങൾക്ക് ചുറ്റും നിൽക്കുന്ന വ്യക്തികൾ നിങ്ങളിലുണ്ടാകുന്ന ഈ ഒരു ട്രാൻസ്ഫോർമേഷൻ കാണുന്നുണ്ട്. ചിലർ വളരെ അത്ഭുതത്തോടെയാണ് നിങ്ങളുടെ ഈ ഒരു കരുത്തിനെ കാണുന്നത്. ചിലർ നിങ്ങളുടെ ഈ ഒരു ധൈര്യത്തെ രഹസ്യമായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും പലരോടും സംസാരിക്കുന്നുണ്ട്, അഭിനന്ദിക്കുന്നുണ്ട്. പലർക്കും നിങ്ങളുടെ ഇപ്പോഴത്തെ ഈ ഒരു എനർജി എന്താണെന്ന് പോലും മനസ്സിലാകുന്നില്ല. കാരണം ഒരിക്കലും വളരെയധികം പ്രതികരിച്ചു കൊണ്ടിരുന്ന, വളരെയധികം അഗ്രസീവായിരുന്ന, വളരെയധികം ഫ്രസ്ട്രേറ്റഡ് ആയിരുന്ന നിങ്ങൾ ഇന്ന് വളരെയധികം ശാന്തമായിട്ടാണുള്ളത്. നിങ്ങളുടെ എനർജി ഇപ്പോഴും വളരെയധികം ശാന്തമായിട്ട് സൈലൻ്റ് ആയിട്ടാണ് ഇരിക്കുന്നത്. ഇത്രയധികം വെല്ലുവിളികളിൽ കൂടി കടന്നു പോകേണ്ടതായി വന്നെങ്കിലും ഇന്നും നിങ്ങളുടെ മുഖത്ത് ആ ഒരു നിഷ്കളങ്കമായ ചിരി എനിക്ക് കാണാൻ സാധിക്കുന്നുണ്ട്.
വളരെ അന്തസ്സോടുകൂടി തന്നെയാണ് ഇന്നും നിങ്ങൾ മുന്നോട്ട് പോകുന്നത്. അത് തന്നെയാണ് നിങ്ങളുടെ ശത്രുക്കളെ വളരെയധികം അലട്ടുന്നതും. ഇതൊക്കെ എങ്ങനെ? നിങ്ങളെ ലക്ഷ്യമിട്ട ഈ വ്യക്തികൾ പ്രതീക്ഷിച്ചത് നിങ്ങളുടെ ജീവിതത്തിലെ പ്രശ്നങ്ങളും വെല്ലുവിളികളുമായിരുന്നു. നിങ്ങളെന്നും പ്രശ്നങ്ങൾക്ക് നടുക്ക് നിൽക്കുന്ന ഒരു വ്യക്തി ആയിരിക്കും എന്നായിരുന്നു അവർ പ്രതീക്ഷിച്ചിരുന്നത്. നിങ്ങൾക്ക് നിങ്ങളെ തന്നെ മാനസികമായിട്ട് നഷ്ടപ്പെട്ടു പോകും എന്നവർ കരുതിയിരുന്നു. എല്ലാവരുടെയും മുൻപിലും സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ശാരീരികമായിട്ടും നിങ്ങളെ തകർന്നു നിൽക്കുന്നത് കാണാനായിട്ട് അവർ ആഗ്രഹിച്ചിരുന്നു. എന്നാൽ അവരുടെ പ്രതീക്ഷകൾക്ക് വിപരീതമായിട്ട് ആർക്കും തകർക്കാൻ കഴിയാത്ത വിധം ശക്തമാവുകയാണ് ചെയ്തത്. നിങ്ങൾ ആത്മീയമായിട്ട് കൂടുതൽ അറിവുകൾ നേടിയതായിട്ട് കാണുന്നു. സ്പിരിച്വലി നിങ്ങൾ കുറച്ച് കൂടുതൽ ഡിവൈനുമായിട്ട് കണക്റ്റ് ആയതായിട്ട് കാണുന്നു. നിങ്ങളുടെ ദൗത്യത്തിലേക്ക് നിങ്ങൾ കൂടുതൽ അടുക്കുകയാണ് ചെയ്തത്. നിങ്ങളുടെ വളർച്ച ആർക്കും അവഗണിക്കാനോ അല്ലെങ്കിൽ കണ്ടില്ല എന്ന് നടിക്കാനോ ഇനി സാധിക്കില്ല. അത് തന്നെയാണ് ഇന്ന് അവരെ വളരെയധികം ഭയപ്പെടുത്തുന്നത്. കാരണം നിങ്ങളിലെ വളർച്ച, നിങ്ങളിലെ വെളിച്ചം, നിങ്ങളിലെ ആ ഒരു പോസിറ്റീവ് എനർജി, അവരിലെ ആ ഒരു ഡാർക്ക് എനർജി, അവരിലെ ആ ഒരു നെഗറ്റീവായിട്ടുള്ള മുഖംമൂടികൾ, ഇതെല്ലാം അതെല്ലാം തുറന്നു കാട്ടുന്നു. ഇതിനു മുൻപ് അവർ പറഞ്ഞു വെച്ച കാര്യങ്ങൾ എല്ലാം തന്നെ കള്ളമായിരുന്നു എന്ന് അതെല്ലാം തുറന്നു കാട്ടും. അത് അവർക്കിന്ന് ഭയമാണ്. അത് തന്നെയാണ് ഇന്നവരെ വളരെയധികം ഭയപ്പെടുത്തുന്നത്. അവരിന്ന് പഴയ പല കാര്യങ്ങളും വീണ്ടും വീണ്ടും അവരുടെ മനസ്സിൽ ഓർക്കുന്നുണ്ട്. എവിടെയായിരുന്നു, എവിടെയാണ് എനിക്ക് തെറ്റു പറ്റിയത് എന്നവർ മനസ്സിലാക്കുന്നുമുണ്ട്. യഥാർത്ഥത്തിൽ എത്ര അല്ല എന്ന് പുറമേ കാണിച്ചാലും അവരുടെ ഉള്ളിൻ്റെ ഉള്ളിൽ സത്യം എന്താണെന്ന് അവർക്കറിയാം. നിങ്ങളുടെ ബൗണ്ടറീസ് അവർ പലതവണ കടന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിരുന്നു. അവരുടെ ഉദ്ദേശങ്ങൾ പോലും വളരെയധികം ഡാർക്കായിരുന്നു എന്ന് അവർക്ക് തന്നെ അറിയാം. അതുകൊണ്ട് തന്നെ നിങ്ങളുടെ എനർജി സ്വാഭാവികമായിട്ടും അവരുടെ ഈ ഒരു കള്ളത്തരങ്ങൾ മറ്റുള്ളവരുടെ മുൻപിൽ തുറന്നു കാട്ടും. ഇന്ന് എവിടെ പോയാലും ഭയമാണ് അവരെ പിന്തുടരുന്നത്. കാരണം കുറ്റബോധം ഒരു നിഴൽ പോലെ അവരുടെ കൂടെ തന്നെയുണ്ട്. നിങ്ങൾ ഒരുപാട് മുന്നോട്ട് പോവുകയാണ്. പുതിയ നല്ല അവസരങ്ങൾ നിങ്ങൾ പ്രതീക്ഷിക്കാത്ത സമയത്ത് നിങ്ങളെ തേടിയെത്തും. ദിവസങ്ങൾ കഴിയുന്തോറും നിങ്ങളുടെ ആത്മവിശ്വാസം കൂടുകയാണ്. ഇന്ന് നിങ്ങളുടെ സമാധാനത്തേക്കാൾ വലുതായിട്ട് ഈ ലോകത്ത് മറ്റൊന്നുമില്ല എന്ന് നിങ്ങൾ മനസ്സിലാക്കി. ഇന്ന് നിങ്ങൾ ആരുടെയും അക്സെപ്റ്റൻസിന് വേണ്ടിയിട്ട് യാചിക്കുന്നില്ല. നിങ്ങൾ ആരുടെ അംഗീകാരത്തിന് വേണ്ടിയിട്ടും ആരുടെ പുറകെയും ചേസ് ചെയ്ത് നിങ്ങൾ പോകുന്നില്ല. ഈ ഒരു ഇന്നർ ഷിഫ്റ്റ്, ഈ ഒരു നിങ്ങളുടെ ഉള്ളിൽ നടത്തിയ ഈ ഒരു മാറ്റം, നിങ്ങളുടെ ഉള്ളിൽ ഉണ്ടായ ഈ ഒരു മാറ്റം തന്നെയാണ് നിങ്ങളുടെ ചുറ്റും നിൽക്കുന്നവർ നിങ്ങളെ വ്യത്യസ്തമായിട്ടുള്ള ഒരു രീതിയിൽ ഇന്ന് റെസ്പെക്റ്റ് ചെയ്യാൻ തുടങ്ങിയതിന് കാരണവും. ഇന്ന് നിങ്ങളുടെ നിശബ്ദതയ്ക്ക് പോലും ശക്തിയുണ്ട്. നിങ്ങളെ തകർക്കാൻ കെൽപ്പുണ്ടായിരുന്ന പല സാഹചര്യങ്ങളിൽ നിന്നുമാണ് നിങ്ങൾ അതിജീവിച്ച് വന്നത്. അത് തന്നെയാണ് ഏറ്റവും വലിയ തെളിവ്. അതായത് ഡിവൈൻ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു എന്നതിൻ്റെ. പല ആൾക്കാർക്കും നിങ്ങളുടെ ഈ ഒരു ജേണി മനസ്സിലാകണമെന്നില്ല. പല ആൾക്കാർക്കും നിങ്ങളുടെ ഈ ഒരു ജീവിത കഥ, നിങ്ങൾ അനുഭവിച്ചത്, നിങ്ങൾ സർവൈവ് ചെയ്തത്, നിങ്ങൾ കടന്നു പോയത് ഒക്കെ മനസ്സിലാകണമെന്നില്ല. പക്ഷേ നിങ്ങളുടേതായിട്ടുള്ള വ്യക്തികൾ, നിങ്ങളുടെ കൂടെ നിൽക്കുന്ന വ്യക്തികൾ, നിങ്ങളെ യഥാർത്ഥത്തിൽ മനസ്സിലാകണം എന്നാഗ്രഹിക്കുന്ന വ്യക്തികൾ, അങ്ങനെയുള്ള വ്യക്തികൾ മനസ്സിലാക്കും. അതുകൊണ്ട് തീർച്ചയായിട്ടും ശുഭാപ്തി വിശ്വാസത്തോടു കൂടി മുന്നോട്ട് പോവുക. ഡിവൈൻ്റെ എല്ലാ അനുഗ്രഹങ്ങളും എപ്പോഴും നിങ്ങളുടെ കൂടെയുണ്ട്. നിങ്ങളുടെ ജെനുവിനായിട്ടുള്ള എല്ലാ ആഗ്രഹങ്ങളും ഭഗവാന്റെ കൃപയാൽ നിങ്ങൾക്ക് നടന്നു കിട്ടും. ഇതാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള എൻ്റെ പ്രാർത്ഥന. സർവേശ്വരൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും നിങ്ങൾക്ക് എല്ലാവർക്കും ഉണ്ടാകട്ടെ. വീണ്ടും ഒരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. നന്ദി.